أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അജ്മഈൻ. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 29-ാം അധ്യായം സൂറത്തുൽ അങ്കബൂത്തിന്റെ 67 മുതൽ 69 വരെ വരുന്ന അവസാന 3 സൂക്തങ്ങളെയാണ് ഇന്ന് ഹ്രസ്വമായി മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും ആഗ്രഹിക്കുന്നത്. തൊട്ട് മുമ്പെയുള്ള സംസാരത്തിൽ വചനങ്ങളിലായി മക്കക്കാരായ ബഹുദൈവ വിശ്വാസികളുടെ അവസരവാദത്തെ, അവരുടെ വൈരുദ്ധ്യമായ വിശ്വാസ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനോടുള്ള അനിഷ്ടവും അതൃപ്തിയും ഒക്കെ പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഏതാനും ചില കാര്യങ്ങളെയാണ് പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ മക്കക്കാരുടെ തന്നെ വിഷയത്തിൽ അവർ അവരുടെ തന്നെ ചരിത്രവും നിലനിൽപ്പുമൊക്കെ വിസ്മരിച്ചിരിക്കുകയാണ്. ആത്മാർത്ഥമായി അവർ അതിനെപ്പറ്റി ഒരു തവണയെങ്കിലും ആലോചിച്ചിരുന്നുവെങ്കിൽ അവരുടെ നന്ദികേടിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. പക്ഷെ അതുപോലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലല്ലോ എന്ന രീതിയിൽ അവരുടെ വൈരുദ്ധ്യമായ നിലപാടിനെ ഒരിക്കൽ കൂടി തുറന്നു കാണിക്കുന്ന വചനമാണ് 67-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അവലം യറൗ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ, അന്നാ ജഅൽന ഹറമൻ ആമിനൻ, നിങ്ങൾക്ക് ഞാൻ ഈ ഹറം, ഈ പ്രദേശത്തെ ഒരു നിർഭയമായ രാജ്യമായി, പ്രദേശമായി ഞാൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നില്ലേ, ആക്കി തന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വയുതഖത്തഫുന്നാസു മിൻ ഹൗലിഹി, എന്നാൽ ചുറ്റുമുള്ള ജനങ്ങളാവട്ടെ അവർ റാഞ്ചി എടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. വചനത്തിൻ്റെ ആദ്യ ഭാഗം അല്ലാഹു സംസാരിക്കുന്നത് 2 കാര്യങ്ങളെയാണ്. അവർ അവരുടെ തന്നെ ചരിത്രത്തെ വിസ്മരിക്കുന്നു. അവർക്ക് അല്ലാഹു ചെയ്ത നിഅമത്തിനെ മനസ്സിലാക്കാൻ ചുറ്റുപാടിലേക്കൊന്ന് കണ്ണോടിച്ചാൽ തന്നെ മതിയായിരുന്നു എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തൊരു അനുഗ്രഹം എന്താണ്? അവർ വല്ലാതെ പ്രയാസം അനുഭവിക്കുമ്പോൾ, വിശിഷ്യ അവർ കടൽ യാത്രയൊക്കെ നടത്തുമ്പോൾ പെട്ടുപോയി, കുടുങ്ങിപ്പോയി എന്ന് തോന്നുമ്പോൾ അവർ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന കേട്ട് അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തുമ്പോൾ പിന്നീട് അവർ സ്വീകരിച്ചു വരുന്ന ഗോത്രദൈവങ്ങളായ ബിംബങ്ങളിലേക്ക് അവർ പോവുകയും ചെയ്യുന്നു. അവരുടെ പൂജയും അവരുടെ പ്രാർത്ഥനയും നേർച്ച വഴിപാടുകളൊക്കെ പിന്നീട് അങ്ങോട്ടായിരിക്കും. ഇത് അവരുടെ ഒരു അവസരവാദത്തെ അല്ലെങ്കിൽ വൈരുദ്ധ്യമായൊരു നിലപാട് എന്ന നിലക്ക് സൂചിപ്പിച്ചല്ലോ. ഇവിടെ പറയുന്നത് അവർ ജീവിക്കുന്ന നാട് ഒന്നിനെയും കാര്യമായി ഉൽപ്പാദിപ്പിക്കാത്ത കരിമ്പാറക്കെട്ടുകളും ചെമ്മൺപാതകളും ഒക്കെ ഉള്ള ഒരു ഭൂമി, ആ ഒരു ഭൂമി പ്രദേശം, അവിടേക്ക്, ആ പ്രദേശത്തേക്ക് ആവശ്യമായ വിഭവങ്ങൾ അള്ളാഹുവിൻ്റെ ഔദാര്യമായി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല മറ്റ് രാജ്യക്കാരിൽ നിന്നുള്ള മറ്റ് നാട്ടുകാരിൽ നിന്നുള്ള കച്ചവടക്കാരുടെ ഇടത്താവളമായി ഈ മക്കയെ അല്ലെങ്കിൽ ഹറം പ്രദേശത്തെ അവർ കാണുകയും ചെയ്യുന്നു. മക്കക്കാരെ സംബന്ധിച്ച് അവരുടെ രാജ്യം, അവരുടെ നാട് ഏറെ സുരക്ഷിതത്വ ബോധമുള്ള രാജ്യമാണ്. സുരക്ഷിതമായി യാത്ര ചെയ്യാനും താമസിക്കാനും അവർക്ക് വേണ്ട വിഭവങ്ങൾ വേണ്ടതിലധികം അവരിലേക്ക് ഇങ്ങോട്ട് വന്നു ചേരുന്ന തരത്തിൽ
അത് മറ്റുള്ള യാത്രക്കാരിൽ നിന്നൊക്കെ ശേഖരിക്കാനും ഒക്കെ സാധിക്കുന്നു. മാത്രമല്ല, നിർഭയമായ ഹറം പ്രദേശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അക്രമത്തിനും അതുപോലെയുള്ള സംഘട്ടനങ്ങൾക്കും കൊലപാതകം പോലുള്ള അക്രമങ്ങളൊക്കെ അവിടെ ആ നിലക്ക് നിരസിച്ചിട്ടുണ്ട്, പാടില്ല എന്ന നിലക്ക് അവിടെ നിയമമാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു സുരക്ഷിതമായ നാട്ടിൽ വളരെ സുരക്ഷിതമായ ജീവിതം നയിക്കുന്ന, വേണ്ട വിഭവങ്ങളൊക്കെ വേണ്ടതിലധികം അവരിലേക്ക് വന്നു ചേരുന്ന, അവർക്ക് സുരക്ഷിതമായി മറ്റ് നാടുകളിലേക്ക് യാത്ര ചെയ്യാൻ ഉതകുന്ന, മറ്റുള്ളവരിൽ നിന്ന് ഏറെ സ്വീകാര്യതയുള്ള കഅബയുടെ ഹറം പരിസരത്തിൻ്റെ സൂക്ഷിപ്പുകാർ, അതിൻ്റെ ഉടമസ്ഥർ, അല്ലെങ്കിൽ ആ നിലക്കുള്ള അതിൻ്റെ നാട്ടുകാർ എന്ന നിലക്കൊക്കെയുള്ള ഒരു ഖ്യാതിയും കീർത്തിയും സ്വീകാര്യതയൊക്കെ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശക്കാർ, ഒരു പ്രദേശത്തുകാരാണ് മക്കക്കാർ എന്നുള്ളത്. അവരവരുടെ രാജ്യം വിട്ട് യാത്ര ചെയ്യുമ്പോൾ, ഉഷ്ണകാലത്തും ശൈത്യകാലത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവരാക്രമിക്കാനോ അവരെ തടയാനോ വഴി തടയാനോ അവരുടെ വഴി മുറിച്ചു കടക്കാനൊന്നും ആളുകൾ പോലും വരാറില്ല. അതൊക്കെ അവർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയാണ് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യമല്ലേ, ഒരു രാജ്യത്തിലെ ആളുകളല്ലേ ആരാണ് അവർക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത്? വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തു ഖസസിന്റെ 57-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു അക്കാര്യത്തെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വഖാലു ഇൻ തത്തബിഉൽ ഹുദാ, ഞങ്ങൾ ഈ സന്മാർഗത്തെ നിന്റെ കൂടെ ഞങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തഖത്തഫ് മിൻ അർദിന, ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് റാഞ്ചിയെടുക്കപ്പെടും. ഈ ഒരു ഭയത്താലായിരുന്നു അവർ പ്രവാചകന്റെ ആ വഴിയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് വിട്ടുനിന്നതെന്ന് അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അവലൻ നുമക്കില്ലഹു മഹറമൻ ആമിന, നിങ്ങൾക്ക് ഞാൻ ഈ ഒരു പവിത്രമായ നിർഭയത്വമുള്ള ഈ രാജ്യത്തെ ഞാൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നില്ലേ? യുജ്ബ ഇലൈഹി സമറാത്ത് കുല്ലി ഷൈഇൻ റിസ്ഖ, എല്ലാ വിഭവങ്ങളും നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്ന രൂപത്തിൽ മില്ലതുന്ന, നമ്മുടെ ഔദാര്യമായി നമ്മുടെ വകയായിക്കൊണ്ട്. ഇതൊന്നും ഇവര് ആലോചിക്കുന്നില്ലേ? ഇവർ ഈ ദീനിൻ്റെ പിന്നാലെ കൂടിയാൽ അവരുടെ സ്ഥാനങ്ങളും മാനങ്ങളും ആളുകൾക്കിടയിലുള്ള സ്വീകാര്യതയും ഒക്കെ നഷ്ടപ്പെടുമെന്നാണ് അവർ ഭയക്കുന്നത്. പക്ഷെ അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്ന രീതിയിൽ വിശുദ്ധ ഖുർആൻ ഇവിടെ വചനത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ അങ്ങനെ വായിക്കണമെങ്കിൽ ആ വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗം കൂടെ നമ്മൾ അറിയണം. വയുതഖത്തഫുന്നാസ് മിൻ ഹൗലിഹിം, ചുറ്റുപാടുള്ള പ്രദേശത്തുകാർക്ക് ഈ ഒരു സുരക്ഷിതത്വ ബോധമൊന്നും ഇല്ലാതെ അവർ താമസിക്കുമ്പോൾ, അവർ കഴിഞ്ഞുകൂടുമ്പോൾ, ഈ കാര്യത്തെയാണ് ചുറ്റുപാടുള്ള ജനങ്ങൾ റാഞ്ചിയെടുക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുള്ളത്. മക്കക്കാർ സുരക്ഷിതാവസ്ഥയിൽ കഴിയുമ്പോൾ ചുറ്റുമുള്ള നാട്ടുകാർ, പ്രദേശത്തുകാർ അവർ അരക്ഷിതാവസ്ഥയിലാണ്. മക്കക്കാർ സുഭിക്ഷമായി എല്ലാ വിഭവങ്ങളെയും ശേഖരിക്കുമ്പോൾ, ഭക്ഷണമായി അവർക്ക് നൽകപ്പെടുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ പ്രയാസത്തിലും പട്ടിണിയിലുമാണ്. സുരക്ഷിത ബോധത്തോടെ ഈ മക്കക്കാർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് എല്ലായിടത്തുനിന്നും സ്വീകാര്യത ലഭിക്കുമ്പോൾ യാത്രാ വഴികളെ പേടിച്ച് യാത്ര ചെയ്യേണ്ട ഗതികേടാണ് മറ്റു രാജ്യക്കാരെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ മറ്റു പ്രദേശത്തുകാരെ അപേക്ഷിച്ച് ഈ ഹറം നിർഭയത്തിൻ്റെ രാജ്യക്കാരായ ഈ ആളുകൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹവും നന്മയൊക്കെ എത്ര വലുതാണ്. ഇതൊക്കെ അവരൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ആരാണ് ഇതവർക്ക് ഇപ്രകാരം ചെയ്തു കൊടുത്തിട്ടുള്ളത്? അത് അവർ വിളിച്ചു തേടുന്ന, അവർ പൂജിക്കുന്ന ബിംബങ്ങളോ കല്ലിലെ ദൈവങ്ങളോ ശില്പങ്ങളോ ഒന്നുമല്ലല്ലോ. അത് അള്ളാഹുവാണെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. ആ അള്ളാഹുവിനെ അല്ലേ അവർ ആരാധിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖുറൈശ് ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്, അവരെ ഞാൻ പരസ്പരം കൂട്ടിയിണക്കിയിട്ടുണ്ട്. യാത്രക്ക് ആവശ്യമായി ശൈത്യ ഉഷ്ണകാല യാത്രകൾക്ക് അവരുടെ കാലാവസ്ഥയെ നാം ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. അത് ആയതിനാൽ ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, അവർക്ക് പട്ടിണിയിൽ നിന്ന്, അവർക്ക് വിശപ്പിൽ നിന്ന് ധാരാളം ഭക്ഷണം അവർക്ക് നൽകിയിട്ടുള്ള ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിന് അവരെ പ്രാർത്ഥിക്കുക. ആ ഭവനം കാരണമാണ് അവർക്ക് ആ സുരക്ഷിതത്വവും മറ്റുള്ള ആളുകൾക്കിടയിലുള്ള സ്വീകാര്യതയും ഒക്കെ ആ രാജ്യത്തുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കഅബയുടെ അല്ലെങ്കിൽ ആ ഭവനത്തിൻ്റെ പേരിലാണ് ഇത്രത്തോളം നന്മകൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ എന്ത് കാരണമാണ് അവർക്ക് അത്രയും നന്മകൾ വന്നിട്ടുള്ളത്? അതിൻ്റെ തന്നെ ഉടമസ്ഥനായ നാഥനായ റബ്ബിനെ ആരാധിക്കുകയല്ലേ അവർ വേണ്ടത് എന്ന് സൂറത്ത് ഖുറൈശിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ നിലപാടെന്താ? അവരുടെ നിലപാടെന്താണ്? അഫബിൽ ബാത്തിൽ യുഅ്മിനൂൻ, അവര് വ്യാജമായതിനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ
അള്ളാഹു അല്ലാത്ത ശക്തി കേന്ദ്രങ്ങളെ അവലംബിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല വബിനിഅമത്തില്ലാഹി യക്ഫുറൂൻ, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ അവർ നന്ദികേട് കാണിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ അതിനെ ആസ്വദിക്കുന്നു, വേണ്ടാന്ന് വെക്കുന്നില്ല, അതിനവർ സംശീകരിക്കുന്നു, ശേഖരിക്കുന്നു, ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു. പക്ഷേ അതിനുള്ള നന്ദി തിരിച്ചവരുടെ ഭാഗത്തു നിന്നില്ല എന്നുള്ള ഈ ഒരു വൈരുദ്ധ്യ നിലപാടിനെയാണ്, അല്ലെങ്കിൽ അവരുടെ മറ്റൊരു അവസരവാദത്തെയാണ് 67-ാമത്തെ വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇനി 68-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അതൊരു ശക്തമായ താക്കീദിൻ്റെ സ്വരത്തിലാണ് അള്ളാഹു പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദബ ബിൽ ഹഖ് ലമ്മാ ജാഅഹു. അതായത് അള്ളാഹുവിൻ്റെ മേൽ വ്യാജം കെട്ടിച്ചമക്കുകയോ അല്ലെങ്കിൽ തനിക്ക് വന്ന സത്യം അതിനെ വ്യാജമാക്കുകയോ ചെയ്തവനേക്കാളൊക്കെ വലിയ അക്രമി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ വചനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 2 രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തത്, ഇത് സത്യനിഷേധികളുടെ കഠിന നിഷേധത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവരെ താക്കീത് ചെയ്യുന്ന, വളരെ ഗംഭീര്യമായ രൂപത്തിൽ അവരെ താക്കീത് ചെയ്യുന്ന ഒരു സ്വരമാണ് ഇതിനുള്ളത് എന്നുള്ളതാണ്. അതായത് മുഹമ്മദ് നബി കൊണ്ടുവന്നിട്ടുള്ള ഈ സത്യം, അദ്ദേഹത്തെ അവർക്ക് നല്ല പരിചയമുണ്ട്. കള്ളം പറഞ്ഞിട്ടില്ലാത്തൊരു മനുഷ്യനാണ്, കളവ് ചെയ്തിട്ടില്ലാത്ത, അന്യായത്തിനൊന്നും കൂട്ടുനിൽക്കാത്തൊരു മനുഷ്യനാണ്. മുഹമ്മദിനെ പരിപൂർണമായും അവരെല്ലാ കാര്യത്തിലും വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ തന്നെ പേരിട്ട് അൽ അമീൻ എന്ന് വിളിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു മനുഷ്യൻ സത്യവേദത്തെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുമ്പോൾ, ഒരു ദൂതനായി കടന്നു വരുമ്പോൾ, ആ ദൂതനായി എന്ന കാരണത്താൽ ഈ സത്യത്തെ നിഷേധിക്കുകയും അള്ളാഹുവിൻ്റെ കൂടെ മറ്റു ദൈവങ്ങളെ നിങ്ങൾ കൂട്ടിച്ചേർത്ത് വ്യാജം കെട്ടിച്ചമക്കുകയും ചെയ്യുന്ന ഈ സത്യനിഷേധികളെ, നിങ്ങളെക്കാൾ അക്രമി മറ്റാരുണ്ട് നിങ്ങളെക്കാൾ വഴിപിഴച്ചവൻ മറ്റാരുണ്ട് എന്നൊരു ചോദ്യമാണ് ഈ വചനത്തിനുള്ളത്. അതിൻ്റെ ആദ്യ ഭാഗത്തെ കൊണ്ട് മനസ്സിലാക്കുന്നത് എന്നാണ്. രണ്ടാമത്തെ ഒരു സംഗതി ഉള്ളത്, നിങ്ങളിലേക്ക് സത്യദീനിനെ കൊണ്ടുവന്നവൻ ഈ മുഹമ്മദ് കള്ളം പറയുന്നു, വ്യാജം പറയുന്നു, എന്തൊക്കെയോ പിച്ചുമ്പേയും പറയുന്നു എന്നാണല്ലോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. തനിക്ക്, ആ മുഹമ്മദിന് ദൈവത്തിങ്കൽ നിന്ന് ഒന്നും തന്നെ കിട്ടാതിരിക്കെ, ഒന്നും അവതരിപ്പിക്കപ്പെടാതിരിക്കെ, ഇതെല്ലാം ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ളതാണ്, ദൈവിക വചനമാണെന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് ചേർത്ത് കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പ്രവൃത്തിയാണ് മുഹമ്മദിൻ്റേത് എങ്കിൽ, മുഹമ്മദാണ് അപ്രകാരം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തെക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന നിലക്കും ഇതിനൊരു വ്യാഖ്യാനമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുഹമ്മദ് അങ്ങനെ കള്ളം പറയുമെന്ന്? മുഹമ്മദ് ഇപ്രകാരം വ്യാജം ദൈവത്തിൻ്റെ മേൽ കെട്ടിച്ചമക്കുമെന്ന്? ഇല്ല, ഒരിക്കലുമില്ല. മക്കാർക്ക് അറിയുന്നൊരു വസ്തുതയാണത്. അതുകൊണ്ടാണ് പ്രവാചകന്റെ കാര്യത്തിൽ പ്രവാചകൻ അങ്ങനെ ചെയ്യും, അങ്ങനെ എങ്ങാനും പ്രവാചകൻ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ അക്രമി ആരുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നത്. ആ മക്കാർക്കറിയാം മുഹമ്മദ് ഒരിക്കലും അപ്രകാരം ചെയ്യുകയില്ല എന്ന്. എങ്കിലും അവരുടെ ആ മനസ്സിനെ ഒന്ന് പിടിച്ചു കുലുക്കാൻ വേണ്ടിയിട്ട്, അവർ കഴിയുന്ന അസത്യത്തിൽ നിന്ന് അവർ മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലേക്കുള്ള അതിൻ്റെ ഒരു കാഠിന്യം, നിഷേധം എത്രയാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ താക്കീദിൻ്റെ സ്വരത്തിൽ ഇങ്ങനെ ഇത് പ്രവാചകനിലേക്ക് ചേർത്ത് പറയുന്ന രീതിയുള്ളത് എന്ന രീതിയിലും അതിനെ മനസ്സിലാക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആ വചനം അല്ലാഹു അവസാനിപ്പിക്കുന്നത് അലൈസ ഫി ജഹന്നമ മസ്വൽ ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് പാർപ്പിടമായി നരകം അല്ലയോ ഉള്ളത്? നരകം തന്നെ, അല്ലെങ്കിൽ നരകമല്ലേ അവരുടെ പാർപ്പിടം എന്നുള്ളതാണ് ഒരു ചോദ്യമുള്ളത്. ഇത് അവിശ്വാസികൾക്ക്, അവരെ സംബന്ധിച്ച് സത്യനിഷേധികൾക്ക് നരകമാണുള്ളത് എന്നിവിടെ താക്കീത് ചെയ്യുന്നു. മസ്വ, അത് അവരുടെ പാർപ്പിടമാണെന്ന് പറയുമ്പോൾ അവർ കാലാകാലം അതിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് ഉള്ള അതിൽ ആസ്വദിക്കേണ്ടി വരുമെന്നുള്ള ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രയോഗമാണ് മസ്വ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവരുടെ സ്ഥിരവാസമായ കേന്ദ്രമായിരിക്കും എന്നുള്ളത്. ഇവിടെ ഈ പദത്തിൽ, ഈ വചനത്തിൽ ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്കാണ് ആ പാർപ്പിടമെന്ന് പറയുമ്പോൾ ആരാണ് കള്ളം പറയുന്നത് എന്നുള്ളത് ഈ പ്രയോഗത്തിൽ നിന്ന് വ്യക്തമാണ്. മുഹമ്മദാണോ കള്ളം പറയുന്നത്, അല്ല നിങ്ങളാണോ വ്യാജം കെട്ടിച്ചമക്കുന്നത് മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ള സത്യത്തിനെതിരെ എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് ഇവിടുത്തെ കുറ്റവാളികളെന്ന് കൃത്യമായി ലിൽ കാഫിരീൻ എന്ന പദപ്രയോഗം കൊണ്ട് ഇവിടെ അതിനെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്, ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് ഈ അള്ളാഹുവിൻ്റെ മേൽ വ്യാജം കെട്ടിച്ചമച്ച് കൊണ്ടുവന്നിട്ടുള്ള സത്യത്തെ നിങ്ങൾ കളവാക്കി നിഷേധിച്ച് നിങ്ങളാണ് നരകമെന്ന പാർപ്പിടത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, സത്യനിഷേധികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ തന്നെ ആശയം ദ്യോതിപ്പിക്കുന്നുണ്ട്, മനസ്സിലാക്കി തരുന്നുണ്ട് എന്നതാണ്.
ഇനി ഈ അധ്യായത്തിലെ അവസാനത്തെ സൂക്തമാണ് 69-ാമത്തെ വചനം. അള്ളാഹു പറയുന്നു, വല്ലദീന ജാഹദു ഫീന, നമ്മുടെ കാര്യത്തിൽ ആരാണോ പരിശ്രമിക്കുന്നത്, സമരം നടത്തുന്നത്, ലനഹ്ദിയന്നഹും സുബുലന, അവരെ നമ്മുടെ വഴികളിൽ തന്നെ നയിക്കുക തന്നെ ചെയ്യും, സന്മാർഗത്തിൽ അവരെ നാം ഉറപ്പിച്ചു നിർത്തും. ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അള്ളാഹു സുഹൃതം ചെയ്യുന്നവരോട് കൂടെ തന്നെയാണുള്ളത് എന്നാണ്. ഈ വചനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പ്രസ്താവിച്ച അല്ലെങ്കിൽ വിശദീകരിച്ചൊരു വിഷയമാണ് ദൈവിക മാർഗത്തിൽ സമരം ചെയ്യാനുള്ള ആഹ്വാന നിർദ്ദേശമൊക്കെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്നും സഹിക്കാതെ അനുഭവിക്കാതെ ഈ ജീവിതം ജീവിച്ച് തീർത്ത് റബ്ബിനെ കണ്ടുമുട്ടാമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ടതില്ല. പൂർവികരായ ആളുകൾ, ദൈവവിശ്വാസം കൈക്കൊണ്ടവർ, അവർ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, സഹനം അവർ കൈകൊണ്ടിട്ടുമുണ്ട്. അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്ന നിലക്ക് നിങ്ങളിലേക്കും ദൈവിക മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു പരിശോധന എന്ന നിലക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവിടെയൊക്കെ ഉറച്ച മനോഭാവത്തോടെ, മനോവീര്യത്തോടെ, പതറാത്ത ഈമാനുമായി പിടിച്ചു നിൽക്കാൻ കഴിയേണ്ടതുണ്ട്. അത്തരക്കാർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗമെന്നുള്ള അവൻ്റെ പ്രതിഫലത്തെ, വിരുന്നിനെ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. എന്നിട്ട് അതിലേക്ക് ഒരു കൂടുതൽ പിന്തുണ ലഭിക്കാൻ വേണ്ടിയിട്ട് മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ സഹിച്ചിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ, അവരുടെ ജീവിത രീതികളൊക്കെ ഒന്നായവരൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷയത്തിലേക്ക് ഒരു 2 കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ സൂറത്തിന് ആദ്യം പറഞ്ഞ, തുടക്കത്തിൽ പറഞ്ഞ ആ വിഷയത്തിലേക്ക് ഈ അവസാന ആയത്തിലൂടെ 2 കാര്യങ്ങളെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ അധ്യായത്തിന് അള്ളാഹു വിരാമമിടുന്നത് എന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ പോരാട്ടം കാഴ്ചവെക്കുന്നവനെ നാം നമ്മുടെ മാർഗത്തിൽ ഉറച്ചു നിർത്തും എന്നുള്ളതാണ്. ഇവിടെ ഫീന എന്ന് പറയുമ്പോൾ നമ്മിൽ എന്ന് പറഞ്ഞത് ദീനിന് വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ച് ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ ഒരാൾ ഏർപ്പെടുന്നതിനാണ് പറയുക. ജാഹദു എന്ന് പറയുമ്പോൾ ജിഹാദ് ചെയ്യുക എന്നുള്ളത് ഏത് മേഖലയിലായിരുന്നാലും കഠിനമായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് യുദ്ധം തന്നെ, സമരമുഖത്തിറങ്ങി ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന അവസ്ഥ തന്നെ വന്നേക്കാം, അതിനും ജിഹാദ് എന്നാണ് പറയുക. അതല്ലാതെ തന്നെ ശരീരത്തിൻ്റെ ഇച്ഛകളെ പിടിച്ചു നിർത്തി ഈമാനും ദീനും ഉൾക്കൊണ്ടവരായി ജീവിക്കാൻ ആ ഒരു പരിശ്രമത്തിനും ജിഹാദ് തന്നെയാണല്ലോ പറയുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനെ പുൽകാൻ, അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ട പരിശ്രമിക്കുന്ന ഒരാളെ ഇവിടെ നമുക്ക് മുജാഹിദ് എന്ന്, അല്ലെങ്കിൽ ഈ ജാഹദ എന്ന പദപ്രയോഗം കൊണ്ട് പരിചയപ്പെടുത്താവുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ലനഹ്ദിയന്നഹും സുബുലന, അവരെ നമ്മുടെ മാർഗങ്ങളിൽ അള്ളാഹു അവരെ വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ആ സന്മാർഗ പാതയിൽ, സിറാത്തുൽ മുസ്തഖീമിൽ അങ്ങനെ തന്നെ വഴി തെറ്റാതെ തുടർന്നു പോകാനുള്ള ഭാഗ്യം, സൗകര്യം അള്ളാഹു, തൗഫീഖ് അള്ളാഹു നൽകും. അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. കൂടുതലായി ഇനിയും ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ചുറ്റുപാട്, തോക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. അവരേത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്, അത് ഭൗതികമായ കാര്യങ്ങൾ അവർക്ക് ലഭിച്ചേക്കാം, അതോടൊപ്പം തന്നെ പാരത്രികം, അതാണല്ലോ അവരുടെ മെയിൻ ലക്ഷ്യം എന്നുള്ളത്. ആ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് അവരെത്തുന്നത് വരെ അള്ളാഹു ആ മാർഗത്തിൽ തന്നെ അവരെ വഴി നടത്തും എന്നുള്ളതാണ്. സ്വർഗത്തിലേക്കുള്ള ആ വഴിയാണ് ഇവിടെ ലനഹ്ദിയന്നഹും സുബുലന ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരാൾക്ക് ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ കാര്യങ്ങൾ ചെയ്ത് പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കാനുണ്ട്. ആ നേട്ടങ്ങളും അള്ളാഹു എത്തിച്ചു കൊടുക്കും. അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹത്തിൻ്റെ വഴി ഏറ്റവും നല്ല സന്മാർഗത്തിൻ്റെ വഴിയായിരിക്കും. മരണശേഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു പരിസമാപ്തിയിലേക്ക്, ആ നല്ല ആഖിബത്തിലേക്ക് ആ മനുഷ്യൻ എത്തിച്ചേരുമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആ സന്മാർഗം വിട്ടുപോവാതെ ഒരിക്കലും വഴിപിഴക്കാത്തവനായി ഈ ദുനിയാവിൽ ജീവിക്കാനും അള്ളാഹുവിനെ കണ്ടുമുട്ടാനും ആ മനുഷ്യന് സാധിക്കുമെന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ്. രണ്ടാമത്തെ കാര്യം ചേർത്ത് വെക്കുന്നത്, ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അള്ളാഹു സുഹൃതം ചെയ്യുന്നവരോട് കൂടെ തന്നെയായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സുഹൃതം എന്ന് സൂചിപ്പിക്കുന്നത് ദൈവിക മാർഗത്തിൽ വന്നു ചേർന്ന് അതിൻ്റെ
ലക്ഷ്യം കാണുന്നത് വരെ ഉള്ള പ്രവർത്തനങ്ങൾ, അതിനെയാണ് ഇവിടെ സുഹൃതം എന്ന് പറയും. അതിൻ്റെ ഇടയിൽ പരീക്ഷണങ്ങൾ വന്നേക്കാം, പ്രയാസങ്ങൾ വന്നേക്കാം. ഇങ്ങനെയൊക്കെ വന്നാലും ആ ഈമാന് പതറാതെ ഉറച്ചു നിന്ന് ആ ദൈവിക മാർഗത്തിൽ തന്നെ ലക്ഷ്യം കാണുന്നത് വരെ മുന്നോട്ട് പോകുന്ന ആ ഒരു അവസ്ഥക്കാണ് ഇവിടെ മുഹ്സിൻ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്, ഹുസ്നിൻ്റെ ആള് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് സുഹൃതവാന്മാരായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. ഇവരെ അള്ളാഹുവിൻ്റെ കൂടെയാണ് എന്ന് പറയുമ്പോൾ, അള്ളാഹു ഇവരെ കൂടെയാണെന്ന് പറയുമ്പോൾ ഭൗതികമായ വിഷയത്തിലും അള്ളാഹുവിൻ്റെ സഹായം കാര്യങ്ങളുണ്ടാവും. നാളെ പാരത്രികമായ വിഷയത്തിലും ഹിസാബിൻ്റെ വേളയിലും ബർസഖിൽ ഒറ്റക്കാവുമ്പോഴും ഒക്കെ തന്നെ അള്ളാഹുവിൻ്റെ സഹായവും രക്ഷയും ഇവരെ കാര്യത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ചില വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനൊന്നുകൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദ, ആരാണോ സന്മാർഗം സ്വീകരിച്ച് ആ വഴി നടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്, സാദഹും ഹുദ, അവനക്ക് നാം കൂടുതലായിട്ട് അവൻ്റെ വഴി ഞാൻ അവന് അഭിവൃദ്ധിപ്പെടുത്തി കൊടുക്കും. ആത്താഹും തഖ്വാഹും, അവർക്ക് സൂക്ഷ്മത നാം നൽകിക്കൊണ്ടേയിരിക്കുന്നതാണ്. വഴി തെറ്റില്ല അവരങ്ങനെ ആയിരിക്കുന്നതാണ്. മറ്റൊന്നുള്ളത് സൂറത്ത് ത്വലാഖിൽ വരുമ്പോൾ ദാലികും യുഅദു ബിഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് അത് അവർക്ക് വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹുവിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തുറവി, ഒരു പരിഹാരം, പോം വഴി നൽകുമെന്നുള്ളതാണ്. വയർസഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ വിചാരിക്കാത്ത വിധത്തിൽ അല്ലാഹു അവൻ്റെ കാര്യങ്ങൾ അല്ലാഹു അവന് ഉപജീവനമായിട്ട് അവൻ്റെ ജീവിതമാർഗത്തെ അല്ലാഹു ഏറ്റവും എളുപ്പമാക്കി കൊടുക്കും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ഒരാൾക്ക് അല്ലാഹു തന്നെ മതിയായവനാണ് തവക്കുല് ചെയ്യാൻ, അതായത് അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇന്നല്ലാഹു ബാലിഗു അംരിഹി, അള്ളാഹു കാര്യങ്ങളൊക്കെ ചെയ്യാൻ മതിയായവനാണ്, പ്രാപിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അവൻ എന്താണോ അള്ളാഹുവിൽ തവക്കുല് ചെയ്ത് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നത് അതവന് എത്തിച്ച് കരസ്ഥമാക്കുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു മുഅ്മിനായ, സുഹൃതം ചെയ്യുന്ന മുഹ്സിനായ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് ഒരുങ്ങി പുറപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന നന്മകളായിട്ടാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള നന്മകളൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കാൻ, അള്ളാഹുവിൻ്റെ പ്രതിഫലം വാങ്ങാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ടാണ് മുഅ്മിനായി, ഈമാനുള്ളവനായി തന്നെ ജീവിച്ച് മരണപ്പെടാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ള ഒരു ഉപദേശം, ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ അദ്ദേഹത്തെ അള്ളാഹു അവസാനിപ്പിക്കുന്നത്. കാര്യങ്ങളെ മനസ്സിലാക്കാനും ജീവിതത്തിൻ്റെ പ്രവർത്തന പദത്തിലേക്ക് അത് കൊണ്ടുവന്ന് ക്രമപ്പെടുത്താനുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.